ഇന്നൊരു 11 മണി ആയപ്പോൾ തന്നെ നെജു മൈലാഞ്ചി ഇട്ടാൻ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ പോയി. അപ്പോൾ ആദ്യം പൊന്നൂൻ്റെ ഇട്ടു, പിന്നെ എൻ്റെതൊക്കെ ഇടുകയാണ് കേട്ടോ. അപ്പോൾ നെജു ആട്ടോ നമുക്ക് എപ്പോഴും മൈലാഞ്ചി ഒക്കെ ഇട്ടില്ല. അങ്ങനെ പിന്നെ മൈലാഞ്ചിയിലൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയവരെ തന്നെ പോക്കേണ്ടി വന്നു കേട്ടോ. കാരണം ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അധികം നേരം വെക്കൽ വെക്കില്ലല്ലോ. പിന്നെ വീട്ടിലെത്തിയവരെ ഇറച്ചി മുറിക്കാണ് കേട്ടോ. അപ്പം ബീഫൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ബീഫ് മുറിക്കാൻ കേട്ടോ വൈകുന്നേരത്തേക്ക് വേണ്ടി. അപ്പോൾ അതൊക്കെ മുറിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ ചാച്ചെടുക്കാൻ കേട്ടോ. എത്ര പെട്ടെന്നാണല്ലേ നോമ്പൊക്കെ തിന്നത്. അപ്പോൾ നാളെ പെരുന്നാളാണോ അല്ലെങ്കിൽ നോമ്പാണോ ഒന്നും അറിയില്ല കേട്ടോ. പക്ഷെ എന്നാലും നമ്മൾ ഇന്ന് തന്നെ മൈലാഞ്ചി ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. നോമ്പ് 29 തന്നെ മൈലാഞ്ചി ഒക്കെ ഇടും കേട്ടോ. അപ്പോൾ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ എസയും എണീറ്റിട്ട് നീന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം 5 മണിക്ക് ശേഷമാണ് കേട്ടോ പിന്നെ കടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പത്തിരിയും അതുപോലെ തന്നെ ബീഫ് വരട്ടും ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. അവസാനത്തെ നോമ്പില്ല, അപ്പോൾ ഇന്നെന്തായാലും കുറക്കണ്ട വിചാരിച്ചിട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ പിന്നെ ഇതാ പത്തിരിയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇച്ചു ഉറങ്ങിയെന്ന് കേട്ടോ. അല്ലേ പിന്നെ എൻ്റെ കുക്കിങ്ങിൻ്റെ ഇടയിൽ ഇച്ചു ഉണ്ടാവും കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് നമ്മുടെ ടേബിളിലേക്കും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടോ. ഇന്നത്തെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കില്ല. എണ്ണക്കടികളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഫ്രൂട്ട്സും ജ്യൂസും ചായയും അതുപോലെ തന്നെ കടിയും കറിയൊക്കെ ചെയ്യുന്നു ഉണ്ടാക്കിയപ്പം വത്തക്കയുണ്ട്, അതുപോലെ തന്നെ ആപ്പിളും മുന്തിരിയൊക്കെയാണ് കേട്ടോ ഫ്രൂട്ട്സ് ആയിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബീഫ് വരട്ടാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു നീരോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ജ്യൂസായിട്ട് വത്തക്ക ജ്യൂസ് ചെയ്യുന്നു കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ അത് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് പഴം ഇപ്പോഴും ഉണ്ട് കേട്ടോ ബാക്കി. അപ്പോൾ അതും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ ചായയും ഒക്കെ റെഡിയാക്കി നമ്മളെല്ലാവരും കൂടിച്ച് നോമ്പ് എടുക്കാൻ കേട്ടോ. അപ്പം നാളെ പെരുന്നാളാവില്ലേ എന്നുള്ള സംസാരത്തിൻ്റെ ഇടയിൽ കൂടെ തന്നെയാണ് കേട്ടോ ഇപ്പോഴും ഇരുന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതായി ഉറങ്ങി എണീറ്റ് ഇച്ചുവിനും ടേബിളിലേക്ക് ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആളെങ്ങനെയെങ്കിലൊക്കെ സോപ്പിട്ട് കഴിപ്പിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും നമ്മളെ 29ാമത്തെ നോമ്പ് ഇവിടെ കഴിഞ്ഞിട്ടോ. അങ്ങനെ ഇതാ 7 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ പെരുന്നാളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഫിത്തർ സക്കാത്തിനുള്ള അരിയൊക്കെ എടുക്കാൻ കേട്ടോ. പിന്നെ ഉമ്മയിച്ചൊക്കെ കൂടി കൊണ്ടുപോയി കൊടുത്ത പിത്തർ. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.